ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ സൈബർ കുറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നീ വിവരവിനിമയ സാങ്കേതിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നീ വിവരവിനിമയ സാങ്കേതിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം, സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ സങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം. രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം, സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ സങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം. ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ്. ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ്. ഹാക്കിംഗ് ചെയ്യുന്ന വ്യക്തികൾ അറിയപ്പെടുന്നത് ഹാക്കർ എന്ന പേരിലാണ്. സർക്കാരുമായി ചേർന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ഹാക്കർമാരെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്നിങ്ങനെ. ഇതിൽ സർക്കാരുമായി ചേർന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. തീവ്രവാദം, തട്ടിപ്പ് തുടങ്ങിയവ ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ ലോകത്ത് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. തുടക്കത്തിൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സായി പ്രവർത്തിച്ച് പിന്നീട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി സാമ്പത്തിക ലാഭം നേടുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. സർക്കാരുമായി ചേർന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. തീവ്രവാദം, തട്ടിപ്പ് തുടങ്ങിയ ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ ലോകത്ത് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. തുടക്കത്തിൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സായി പ്രവർത്തിച്ച് പിന്നീട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി സാമ്പത്തിക ലാഭം നേടുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും? 3 വർഷം. കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് നൽകുന്ന തടവ് ശിക്ഷ 3 വർഷം വരെയാണ്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് പരമാവധി എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും? ജീവപര്യന്തം. ഹാക്കിങ്ങിനാണ് 3 വർഷം, എന്നാൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് പരമാവധി ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കും. വ്യാജ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ ചോർത്തുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ സ്പൂഫിംഗ്. വ്യാജ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ ചോർത്തുന്ന പ്രക്രിയയാണ് ഇമെയിൽ സ്പൂഫിംഗ്. പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജമാർഗത്തിലൂടെ ചോർത്തുന്ന പ്രവൃത്തിയാണ് ഫിഷിംഗ്. പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജമാർഗത്തിലൂടെ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഫിഷിംഗ്. വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തിയാണ് സൈബർ സ്ക്വാട്ടിംഗ്. വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തിയാണ് സൈബർ സ്ക്വാട്ടിംഗ്. ഒരു വ്യക്തിക്കെതിരായോ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ, മൊബൈൽ, സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്നതാണ് സൈബർ ഡിഫേമേഷൻ. ഒരു വ്യക്തിക്കെതിരെയോ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ, മൊബൈൽ, സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്നതാണ് സൈബർ ഡിഫേമേഷൻ. ബാങ്കുകളിലെ കമ്പ്യൂട്ടറുകളിൽ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പാണ് സലാമി അറ്റാക്ക്. ബാങ്കുകളിലെ കമ്പ്യൂട്ടറുകളിൽ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പാണ് സലാമി അറ്റാക്ക്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ്. ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് വലിയ അളവിൽ ഇമെയിലുകൾ തുടർച്ചയായി അയക്കുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ ബോംബിംഗ്. ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് വലിയ അളവിൽ ഇമെയിലുകൾ തുടർച്ചയായി അയക്കുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ ബോംബിംഗ്. കൃത്രിമമായി കറൻസികൾ, പോസ്റ്റൽ സ്റ്റാമ്പ്, മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി. കൃത്രിമമായി കറൻസികളും
പോസ്റ്റൽ സ്റ്റാമ്പുകളും മാർക്ക് ലിസ്റ്റുമൊക്കെ നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി. മറ്റ് യൂസേഴ്സിൻ്റെ ഫയലുകളും ഡേറ്റയും അവർ അറിയാതെ വായിക്കുന്ന പ്രക്രിയയാണ് സ്നൂപ്പിംഗ്. മറ്റ് യൂസേഴ്സിൻ്റെ ഫയലുകളും ഡേറ്റയും അവർ അറിയാതെ വായിക്കുന്ന പ്രക്രിയയാണ് സ്നൂപ്പിംഗ്. അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ CD, DVD, പെൻഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതാണ് ഡേറ്റ തെഫ്റ്റ്. അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ CD, DVD, പെൻഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതാണ് ഡേറ്റ തെഫ്റ്റ്. സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിം ഏതാണ്? ബ്ലൂ വെയിൽ ചലഞ്ച്. സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിമാണ് ബ്ലൂ വെയിൽ ചലഞ്ച്. വാട്സാപ്പിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിമാണ് മോമോ. വാട്സാപ്പിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിം ഏതാണ്? മോമോ. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ്. വൈറസുകളെ പോലെ ഇരട്ടിക്കുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പടരുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വേം. വൈറസുകളെ പോലെ ഇരട്ടിക്കുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പടരുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വേം. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് പോർണോഗ്രാഫി എന്ന പേരിലാണ്. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് പോർണോഗ്രാഫി എന്ന പേരിലാണ്. ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. 2019 വാട്സാപ്പിനെ ബാധിച്ച സ്പൈവെയറാണ് പെഗാസസ്. 2019 വാട്സാപ്പിനെ ബാധിച്ച സ്പൈവെയർ ഏതാണ്? പെഗാസസ്. 2019 ഡിസംബറിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബാധിച്ച ബഗ്ഗാണ് സ്ട്രാൻഡ് ഹോഗ്. 2019 ഡിസംബറിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബാധിച്ച ബഗ്ഗാണ് സ്ട്രാൻഡ് ഹോഗ്. 2020 ജൂലൈയിൽ ആൻഡ്രോയിഡ് ഫോണുകളെ ബാധിച്ച മാൽവെയർ ഏതാണ്? ബ്ലാക്ക് റോക്ക്. 2020 ജൂലൈയിൽ ആൻഡ്രോയിഡ് ഫോണുകളെ ബാധിച്ച മാൽവെയറാണ് ബ്ലാക്ക് റോക്ക്. വൈറസ് ബാധിച്ച ഫയലുകൾ സൂക്ഷിക്കുന്ന പ്രത്യേക സ്ഥലമാണ് ക്വാറന്റൈൻ. വൈറസ് ബാധിച്ച ഫയലുകൾ സൂക്ഷിക്കുന്ന പ്രത്യേക സ്ഥലം അറിയപ്പെടുന്നത് ക്വാറന്റൈൻ എന്നാണ്. ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ബ്രെയിനാണ്. എന്നാൽ PSCയുടെ ഉത്തര സൂചിക പ്രകാരം ക്രീപ്പർ എന്നാണുള്ളത്. അപ്പോൾ അതുകൂടി പഠിച്ചു വെക്കുക. രണ്ടും കൂടെ ഓപ്ഷനിൽ എന്തായാലും വരില്ല. ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ബ്രെയിനാണ്. എന്നാൽ PSCയുടെ ഉത്തര സൂചിക പ്രകാരം ക്രീപ്പറുമാണ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമായ അർപ്പാനെറ്റിൽ ബാധിച്ച ആദ്യ വൈറസ് ഏതാണ്? ക്രീപ്പർ. ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമായ അർപ്പാനെറ്റിൽ ബാധിച്ച ആദ്യ വൈറസ് ക്രീപ്പറാണ്. ആദ്യ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? എൽക്ക് ക്രോണർ. ആദ്യ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് എൽക്ക് ക്രോണറാണ്. വൈറസ് ബാധിച്ച ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ആപ്പിൾ. വൈറസ് ബാധിച്ച ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിളാണ്. ആദ്യ മൊബൈൽ വൈറസ് ക്യാബിറാണ്. ആദ്യ മൊബൈൽ വൈറസ് ക്യാബിർ. പ്രധാന കമ്പ്യൂട്ടർ വൈറസുകൾ ഏതൊക്കെയാണ്? ബ്ലാസ്റ്റർ, ഐ ലവ് യു, നിംഡ, ഗപ്പി, സ്ലാമർ, മെലീസ, ടെക്സസ് വൈറസ്, ഫ്ലെയിം, കോഡ് റെഡ് എന്നിവയൊക്കെയാണ് പ്രധാന കമ്പ്യൂട്ടർ വൈറസുകൾ. ബ്ലാസ്റ്റർ, ഐ ലവ് യു, നിംഡ, ഗപ്പി, സ്ലാമർ, മെലീസ, ടെക്സസ് വൈറസ്, ഫ്ലെയിം, കോഡ് റെഡ് എന്നിവയൊക്കെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ വൈറസുകളാണ്. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ് എന്ന് അറിയപ്പെടുന്നു. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ്. വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികൾ അറിയപ്പെടുന്നത് വിക്സർ എന്നാണ്. വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികൾ അറിയപ്പെടുന്നത് വിക്സർ എന്നാണ്. വൈറസുകളെ നശിപ്പിക്കുന്ന പ്രോഗ്രാം ഏതാണ്? ആൻറ്റിവൈറസ് ആണ്. വൈറസുകളെ നശിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ആൻറ്റിവൈറസ്. കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്ത് ബിറ്റ് കോയിനിലൂടെ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയറുകളെ ആണ് റാൻസം വെയർ. കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്ത് ബിറ്റ് കോയിനിലൂടെ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയറുകളാണ് റാൻസം വെയർ. റാൻസം വെയറിന് ഉദാഹരണങ്ങളാണ് വാനാക്രൈയും PHAയും. റാൻസം വെയറിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വാനാക്രൈയും പിയാച്ച. പ്രധാന ആൻറ്റിവൈറസുകൾ ഏതെല്ലാമാണ്? അവാസ്റ്റ്, AVG, കാസ്പറസ്കി, അവിറ, നോർട്ടൺ, ബിറ്റ് ഡിഫൻഡർ, ക്യൂക്ക് ഹീൽ എന്നിവയൊക്കെ പ്രധാന ആൻറ്റിവൈറസുകളാണ്. അവാസ്റ്റ്, AVG, കാസ്പറസ്കി, അവിറ, നോർട്ടൺ,
ബിറ്റ് ഡിഫൻഡർ, ക്യൂക്ക് ഹീൽ എന്നിവയൊക്കെ പ്രധാന ആൻറ്റിവൈറസുകളാണ്. 2017 150ഓളം രാജ്യങ്ങളിൽ വേരുറപ്പിച്ച സൈബർ ആക്രമണമാണ് വനാക്രൈ. 2017 150ഓളം രാജ്യങ്ങളിൽ വേരുറപ്പിച്ച സൈബർ ആക്രമണമാണ് വനാക്രൈ. കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് നൽകുന്നത് മനുഷ്യനാണോ മെഷീനാണോ എന്ന് തിരിച്ചറിയുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമാണ് ക്യാപ്ച. കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് നൽകുന്നത് മനുഷ്യനാണോ മെഷീനാണോ എന്ന് തിരിച്ചറിയുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമാണ് ക്യാപ്ച. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്വുഡ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സൈബർ ക്രൈം ജോസഫ് മേരി ജാക്വുഡിൻ്റെ പേരിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ കുറ്റവാളി ആരിഫ് അസീമാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ കുറ്റവാളി ആരിഫ് അസീമാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരാണ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണ്? പട്ടം. തിരുവനന്തപുരത്തെ പട്ടമാണ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യ സൈബർ കോടതി സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ കോടതി സ്ഥാപിതമായത് ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യ സൈബർ കഫേ മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ കഫേ മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ മൈനോറിറ്റി സൈബർ വില്ലേജ് ഏതാണ്? ചന്ദോളി. രാജസ്ഥാനിലെ ചന്ദോളിയാണ് ഇന്ത്യയിലെ ആദ്യ മൈനോറിറ്റി സൈബർ വില്ലേജ്. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ആരാണ്? ധന്യ മേനോൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ധന്യ മേനോനാണ്. സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗിബ്സൺ. സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിബ്സൺ ആണ്. സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇൻ്റർനെറ്റിലൂടെ ഡേറ്റ അയക്കുന്ന വ്യക്തിയുടെ വിശ്വസ്തത ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ അയക്കുന്ന വ്യക്തിയുടെ വിശ്വസ്തത ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഓൺലൈൻ ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന OTP സംവിധാനത്തിലെ OTPയുടെ പൂർണ്ണരൂപം എന്താണ്? വൺ ടൈം പാസ്വേഡ്. OTPയുടെ പൂർണ്ണരൂപം വൺ ടൈം പാസ്വേഡ് എന്നാണ്. ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സംരക്ഷിക്കാനുള്ള വിന്യാസമാണ് ഫയർവാൾ. ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിന്യാസമാണ് ഫയർവാൾ. കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ വഴിയോ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അമിത ആവേശം അറിയപ്പെടുന്നത് ഇൻഫോമാനിയ എന്നാണ്. കമ്പ്യൂട്ടറോ മൊബൈൽ ഫോൺ വഴിയോ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അമിത ആവേശമാണ് ഇൻഫോമാനിയ എന്ന് അറിയപ്പെടുന്നത്. നിയമവും കമ്പ്യൂട്ടർ സയൻസും യോജിപ്പിച്ച് വിവരങ്ങൾ വിശകലനം നടത്തി കോടതിക്ക് തെളിവ് കൊടുക്കുന്ന ശാസ്ത്രശാഖയാണ് സൈബർ ഫോറൻസിക്. നിയമവും കമ്പ്യൂട്ടർ സയൻസും യോജിപ്പിച്ച് വിവരങ്ങൾ വിശകലനം നടത്തി കോടതിക്ക് തെളിവ് കൊടുക്കുന്ന ശാസ്ത്രശാഖയാണ് സൈബർ ഫോറൻസിക്. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സൈബർ നിയമം ഏതാണ്? IT ആക്ട് 2000. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സൈബർ നിയമം IT ആക്ട് 2000 ആണ്. ഇന്ത്യയിൽ IT ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ്? 2000 ജൂൺ 9. ഇന്ത്യയിൽ IT ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2000 ജൂൺ 9. ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്നതെന്നാണ്? 2000 ഒക്ടോബർ 17. ഇന്ത്യയിൽ IT ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2000 ജൂൺ 9. ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. IT ആക്ട് ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? 2008. IT ആക്ടിൽ ഭേദഗതി ചെയ്ത വർഷം 2008 ആണ്. IT ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2008 ഡിസംബർ 23. IT ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2008 ഡിസംബർ 23.
ഭേദഗതി ചെയ്ത IT ആക്ട് നിലവിൽ വന്നതെന്നാണ്? 2009 ഒക്ടോബർ 27. ഭേദഗതി ചെയ്ത IT ആക്ട് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-നാണ്. 2008 ഭേദഗതി പ്രകാരം IT ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 124 സെക്ഷൻ, 14 ചാപ്റ്റർ, 2 പട്ടിക എന്നിങ്ങനെയാണ്. 2008 ഭേദഗതി പ്രകാരം IT ആക്ടിൽ നിലവിൽ 124 സെക്ഷനുകൾ, 14 ചാപ്റ്ററുകൾ, 2 പട്ടികകൾ എന്നിങ്ങനെയാണ്. സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങളിലാണ്. സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങളിലാണ്. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂരാണ്. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യ. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഇന്ത്യയാണ്. സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പ്രത്യേക ടീമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇത് നിലവിൽ വന്നത് 2004-ലാണ്. സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പ്രത്യേക ടീമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇന്ത്യയിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് നാഷണൽ സൈബർ കോർഡിനേഷൻ സെൻറ്റർ. ഇന്ത്യയിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് നാഷണൽ സൈബർ കോർഡിനേഷൻ സെൻറ്റർ. ഇൻ്റർനെറ്റിലൂടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സേന ഏതാണ്? CWPF. പൂർണ്ണരൂപം സൈബർ വാരിയർ പോലീസ് ഫോഴ്സ് എന്നാണ്. ഇൻ്റർനെറ്റിലൂടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സേനയാണ് CWPF. ഇതിൻ്റെ പൂർണ്ണരൂപം സൈബർ വാരിയർ പോലീസ് ഫോഴ്സ് എന്നാണ്. സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര IT മന്ത്രാലയം ആരംഭിച്ച സംരംഭം ഏതാണ്? സൈബർ സുരക്ഷിത് ഭാരത്. സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര IT മന്ത്രാലയം ആരംഭിച്ച സംരംഭമാണ് സൈബർ സുരക്ഷിത് ഭാരത്. 2020 ഫേസ്ബുക്ക് പ്രഖ്യാപിച്ച ഗ്ലോബൽ ക്രിപ്റ്റോ കറൻസി ഏതാണ്? ലിബ്ര. 2020 ഫേസ്ബുക്ക് പ്രഖ്യാപിച്ച ഗ്ലോബൽ ക്രിപ്റ്റോ കറൻസിയാണ് ലിബ്ര. ഇൻ്റർനെറ്റ് വ്യാപാരത്തിനുള്ള ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്നത് ബിറ്റ് കോയിൻ എന്നാണ്. ഇൻ്റർനെറ്റ് വ്യാപാരത്തിനുള്ള ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്നത് ബിറ്റ് കോയിൻ എന്നാണ്. ബിറ്റ് കോയിൻ്റെ ഉപജ്ഞാതാവാരാണ്? സതോഷി നകമോട്ടോ. ബിറ്റ് കോയിൻ്റെ ഉപജ്ഞാതാവ് സതോഷി നകമോട്ടോയാണ്. ഇന്ത്യയുടെ ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930. ഇന്ത്യയുടെ ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 ആണ്. 2015 സുപ്രീം കോടതി വിധി പ്രകാരം ഇന്ത്യൻ IT ആക്ടിൽ നിന്നും നീക്കം ചെയ്ത സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66A. 2015 സുപ്രീം കോടതി വിധി പ്രകാരം ഇന്ത്യൻ IT ആക്ടിൽ നിന്നും നീക്കം ചെയ്ത സെക്ഷൻ 66A ആണ്. 2020 കേന്ദ്ര സർക്കാർ ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് IT ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 69A. 2020 കേന്ദ്ര സർക്കാർ ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് IT ആക്ടിലെ സെക്ഷൻ 69A പ്രകാരമാണ്. 2 ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പരസ്പരം പണം കൈമാറ്റം ചെയ്യുന്നതിലേക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിനുള്ള സംവിധാനമാണ് UPI. UPIയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നാണ്. 2 ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പരസ്പരം പണം കൈമാറ്റം ചെയ്യുന്നതിലേക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നൊരു മൊബൈൽ പ്ലാറ്റ്ഫോം സംവിധാനമാണ് UPI. UPIയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നാണ്. IT ആക്ടിലെ സെക്ഷൻ 66A ഏത് സൈബർ കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. IT ആക്ടിലെ സെക്ഷൻ 66A തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന കുറ്റകൃത്യത്തിന് നൽകുന്ന ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ
ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 65 ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 65 IT ആക്ടിലെ സെക്ഷൻ 66 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഹാക്കിംഗ്. IT ആക്ടിലെ സെക്ഷൻ 66 ഹാക്കിങ്ങിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 66B ആണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 66B ആണ്. സ്വകാര്യതാ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66E. സെക്ഷൻ 66E സ്വകാര്യതാ ലംഘനവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. സൈബർ ടെററിസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66F. സൈബർ ടെററിസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 66F ആണ്. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 67A ആണ്. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 67A ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 67B. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 67B ആണ്. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 69A. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 69A ആണ്. ഈ സെക്ഷൻ 69A പ്രകാരമാണ് ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത്. തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചരണവും ഏത് സെക്ഷനിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? സെക്ഷൻ 73. തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണത്തെക്കുറിച്ചും പ്രചരണത്തെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള സെക്ഷൻ 73 ആണ്. ഇന്ത്യയിലെ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന നഗരം ന്യൂഡൽഹിയാണ്. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്നത് കോഴിക്കോടാണ്. ഇന്ത്യയിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. കേരളത്തിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? കൊച്ചി. കേരളത്തിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരം കൊച്ചിയാണ്. ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം ലഭ്യമാക്കിയ ടെലികോം കമ്പനി ഏതാണ്? MTNL. ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം ലഭ്യമാക്കിയ ടെലികോം കമ്പനി MTNL ആണ്. ഇന്ത്യയിൽ ആദ്യമായി 4G 5G സേവനം ലഭ്യമാക്കിയ ടെലികോം കമ്പനി ഏതാണ്? എയർടെൽ. ഇന്ത്യയിൽ ആദ്യമായി 4G 5G സേവനം ലഭ്യമാക്കിയ ടെലികോം കമ്പനി എയർടെൽ ആണ്. റോബോട്ടുകളുടെ നിർമ്മാണത്തെ പറ്റി പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ശാഖയാണ് റോബോട്ടിക്സ്. റോബോട്ടുകളുടെ നിർമ്മാണത്തെപ്പറ്റി പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ശാഖ ഏതാണ്? റോബോട്ടിക്സ്. റോബോട്ടിക്സിൻ്റെ പിതാവ് ആരാണ്? ജോസഫ് ഏംഗൽ ബർഗൻ. റോബോട്ടിക്സിൻ്റെ പിതാവ് ജോസഫ് ഏംഗൽ ബർഗൻ ആണ്. ഇന്ത്യൻ റോബോട്ടിക്സിൻ്റെ പിതാവ് ആരാണ്? രാജ് റെഡ്ഡി. ഇന്ത്യൻ റോബോട്ടിക്സിൻ്റെ പിതാവ് രാജ് റെഡ്ഡിയാണ്. ഏറ്റവും കൂടുതൽ റോബോട്ടുകൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. ഏറ്റവും കൂടുതൽ റോബോട്ടുകൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യം ജപ്പാനാണ്. ലോകത്ത് ആദ്യമായി ഒരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിച്ച റോബോട്ട് ഏതാണ്? സോഫിയ. സൗദി അറേബ്യൻ പൗരത്വമാണ് സോഫിയ എന്ന റോബോട്ടിന് ലഭിച്ചത്. ലോകത്ത് ആദ്യമായി ഒരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കുന്ന റോബോട്ട് സോഫിയയാണ്. കേരളത്തിലെ ആദ്യ റോബോട്ടിക് റെസ്റ്റോറൻറ്റ് നിലവിൽ വന്നത് കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യ റോബോട്ടിക് റെസ്റ്റോറൻറ്റ് നിലവിൽ വന്നത് എവിടെയാണ്? കണ്ണൂർ. ഇന്ത്യയിൽ റോബോട്ടിനെ ഉപയോഗിച്ച് ട്രാഫിക് നിയന്ത്രിച്ച ആദ്യ നഗരം ഏതാണ്? ഇൻഡോർ. ഇന്ത്യയിൽ റോബോട്ടിനെ ഉപയോഗിച്ച് ട്രാഫിക് നിയന്ത്രിച്ച ആദ്യ നഗരം ഇൻഡോറാണ്. ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടിനെ ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി ഏതാണ്? ന്യൂഡൽഹിയിലെ എയിംസ്. ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടിനെ ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ആണ്.
ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.